ലോക ചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കിയ എന്നാൽ ഇപ്പോഴും ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു നേതാവുണ്ടോ എന്നത് സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് അമേരിക്ക ഫസ്റ്റ് എന്നായിരുന്നെങ്കിൽ ലോകം നോക്കിയത് ട്രംപ് ഫസ്റ്റ് എന്നായിരുന്നു. റിയാലിറ്റി ഷോയിലെ ഒരു കൗതുകകരമായ കഥാപാത്രത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ അധിപനായും പിന്നീട് അമേരിക്കൻ ജനാധിപത്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു നേതാവായി മാറിയ ഡൊണാൾഡ് ട്രംപിന്റെ കഥ. വെറും ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന വേൾഡ് പോലീസായി മാറിയ അദ്ദേഹത്തിന്റെ പരിണാമവും അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളും അമേരിക്കയിലെ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇന്ത്യയുമായുള്ള ബന്ധവും ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. 1946 ന്യൂയോർക്കിലെ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഡൊണാൾഡ് ട്രംപ് തന്റെ അച്ഛനായ ഫ്രെഡ് ട്രംപിൽ നിന്നാണ് ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ഫ്രെഡ് ട്രംപ് ന്യൂയോർക്കിലെ മിഡിൽ ക്ലാസ്സുകാരെ ലക്ഷ്യമാക്കി വീടുകൾ നിർമ്മിച്ച് വലിയ ലാഭമുണ്ടാക്കിയ ആളായിരുന്നു. ഡൊണാൾഡ് ട്രംപും അതേ വഴിയിലേക്ക് നടന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് കുറച്ച് വ്യത്യസ്തതയുള്ളതായിരുന്നു. ലക്ഷറി എന്ന വാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. സാധാരണ വീടുകളല്ല, മറിച്ച് ആഡംബര ഹോട്ടലുകൾ, കോണ്ടോമിനിയങ്ങൾ, ഗോൾഫ് കോഴ്സുകൾ, കാസിനോകൾ ഇതായിരുന്നു ട്രംപിന്റെ സ്വപ്നം. ട്രംപ് ടവർ എന്ന പേരിൽ ന്യൂയോർക്കിൽ ഉയർന്ന കെട്ടിടം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിമിന്റെ പ്രതീകമായി മാറി. ട്രംപ് എന്ന പേര് തന്നെ ആഡംബരത്തിന്റെ, അധികാരത്തിന്റെ ചിഹ്നമായി അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അദ്ദേഹത്തെ ലോകം ശരിക്കും അറിഞ്ഞത് ബിസിനസ്സിലൂടെയല്ല, മറിച്ച് ദി അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു. യു ആർ ഫയർഡ് എന്ന അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിലൂടെ അദ്ദേഹം ആ ഷോയിലെ താരമായി. ആ ഷോ അദ്ദേഹത്തിന് നൽകിയ പ്രശസ്തി അമ്പരപ്പിക്കുന്നതായിരുന്നു. അതോടെ ട്രംപ് എന്ന പേര് അമേരിക്കയിൽ ഉടനീളം പ്രശസ്തമായി. ട്രംപിന്റെ വ്യക്തി ജീവിതവും ഒരു റിയാലിറ്റി ഷോ പോലെയായിരുന്നു. 3 വിവാഹങ്ങൾ, അതിലുണ്ടായ മക്കൾ, ഇവരെല്ലാം അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ഇപ്പോഴും വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കോടീശ്വരനാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ ആസ്തി എത്രയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ കണക്കില്ല. ട്രംപ് ഇന്ത്യയിൽ വലിയ താല്പര്യം കാണിച്ച ബിസിനസ്സുകാരനായിരുന്നു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ മുംബൈ, പൂനെ, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ ട്രംപ് ടവർ എന്ന പേരിൽ ആഡംബര അപ്പാർട്ട്മെന്റ് പദ്ധതികൾ അദ്ദേഹം ആരംഭിച്ചു. ഇത് ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. 2015 തികച്ചും അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് ആരും ഗൗരവമായി എടുത്തില്ല. ഒരു ബിസിനസ്സുകാരൻ, അതിലുപരി ഒരു റിയാലിറ്റി ഷോ താരം എങ്ങനെ ഒരു പ്രസിഡന്റ് ആവും? എന്നാൽ ട്രംപ് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അമേരിക്കയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ചു. കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടും ആഗോളീകരണത്തിന് എതിരെയുള്ള നിലപാടും അദ്ദേഹത്തിന് കടുത്ത പിന്തുണ നൽകി. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹിലരി ക്ലിന്റനേക്കാൾ പിന്നിലാണെന്ന് സർവേകൾ പ്രവചിച്ചപ്പോഴും ട്രംപ് അത്ഭുതകരമായി വിജയം നേടി. അദ്ദേഹം അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡന്റായി അധികാരമേറ്റു. ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള യാത്ര എത്ര അപ്രതീക്ഷിതമായിരുന്നോ അതിനേക്കാൾ വിവാദപരമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. അദ്ദേഹം മാധ്യമങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചു. തന്റെ എതിരാളികളെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ആക്രമിച്ചു. ട്രംപിന്റെ ഭരണകാലം മുഴുവൻ വിവാദങ്ങളുടെ കൂമ്പാരമായിരുന്നു. അദ്ദേഹത്തിനെതിരെ പ്രധാനമായി ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന് 2016 തിരഞ്ഞെടുപ്പിൽ റഷ്യയുടെ ഇടപെടലാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. അദ്ദേഹത്തിന്റെ മുസ്ലിം യാത്രാ നിരോധനം, അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നുള്ള പിന്മാറ്റം, ഇറാൻ ആണവ കരാർ, പാരീസ് കാലാവസ്ഥ കരാർ എന്നിവ ലോക രാജ്യങ്ങളുടെ എതിർപ്പിന് കാരണമായി. കോവിഡ് മഹാമാരിയും അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. മാസ്ക് ധരിക്കാൻ വിസമ്മതിച്ചതും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്ന് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചതും ശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ചു. ട്രംപിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യം അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു. അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇതിന്റെ പേരിൽ ചൈനയുമായി കടുത്ത വ്യാപാര യുദ്ധം നടത്തി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് കരം ചുമത്തി.
ചൈനയെ വലിയൊരു ഭീഷണിയായി ഉയർത്തിക്കാട്ടി. മറ്റ് രാജ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും അപ്രതീക്ഷിതമായിരുന്നു. സിറിയയിലെ കെമിക്കൽ ആയുധ ആക്രമണത്തിന് മറുപടിയായി അദ്ദേഹം വ്യോമാക്രമണം നടത്തി. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയ അദ്ദേഹം ഇറാന്റെ പ്രധാന സൈനിക തലവനെ കൊലപ്പെടുത്തി. ഇത് മിഡിൽ ഈസ്റ്റിൽ കടുത്ത സംഘർഷങ്ങൾക്ക് കാരണമായി. അതേസമയം വടക്കൻ കൊറിയയുമായുള്ള ബന്ധം അദ്ദേഹം പൂർണ്ണമായും മാറ്റിയെഴുതി. വടക്കൻ കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ചരിത്രപരമായ ഈ നീക്കം കൊറിയൻ ഉപദ്വീപിലെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിച്ചെന്ന് ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് വ്യക്തമായ ഫലങ്ങൾ ഉണ്ടായില്ലെന്ന് ചിലർ വിമർശിക്കുന്നുമുണ്ട്. 2020 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവാൻ 2ാം തവണയും മത്സരിച്ചു. എന്നാൽ ഇത്തവണ ജോ ബൈഡൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ട്രംപ് ഈ തോൽവി അംഗീകരിക്കാൻ തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിന്റെ ഫലമായി 2021 ജനുവരി 6-ന് ട്രംപ് അനുകൂലികൾ അമേരിക്കൻ ക്യാപിറ്റോൾ കെട്ടിടം ആക്രമിച്ചു. അമേരിക്കൻ ജനാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ കറുത്ത ദിവസമായിരുന്നു അത്. ഇതിന്റെ ഫലമായി ട്രംപിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വിലക്കി. ട്രംപിന്റെ കാലത്ത് വേൾഡ് പോലീസ് എന്ന അമേരിക്കയുടെ റോൾ കടുത്ത ചോദ്യങ്ങൾക്ക് വിധേയമായി. അദ്ദേഹം പല അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും പിന്മാറി. നാറ്റോ സഖ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം സഖ്യകക്ഷികളെ ആശങ്കയിലാക്കി. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യമാക്കി അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചു. ഇറാനും വടക്കൻ കൊറിയയുമൊക്കെ ഇതിന്റെ ഇരകളായി മാറി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വലിയൊരു അവസരമായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന സഖ്യകക്ഷിയായി കണ്ടു. മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. നമസ്തേ ട്രംപ് എന്ന പേരിൽ അഹമ്മദാബാദിൽ നടന്ന വലിയൊരു റാലി ഇതിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വ്യാപാര നയങ്ങൾ ഇന്ത്യക്ക് ചില വെല്ലുവിളികളും ഉണ്ടാക്കി. ഇത്രയധികം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയിലും ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയായി തുടരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.